നമസ്കാരം. പ്രധാന വാർത്തകൾ. പാചകവാതക ക്ഷാമം രൂക്ഷം. പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ, കുളപ്പുള്ളി മേഖലകളിൽ കൂടുതൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നു. പലയിടത്തും ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ധാരാളം ചെറുകച്ചവടക്കാരും ജീവനക്കാരും പ്രതിസന്ധിയിൽ. സ്വകാര്യ ഏജൻസികൾ സിലിണ്ടറുകൾ ഇരട്ടി വിലയ്ക്ക് വിറ്റ് ലാഭം കൊയ്യുന്നതായി ഹോട്ടലുടമകൾ. നിയന്ത്രണം മാത്രമേ ഉള്ളൂ എന്ന് അധികൃതർ ആവർത്തിച്ച് പറയുമ്പോഴും പാചകവാതകമില്ലാതെ ഹോട്ടൽ മേഖല സ്തംഭിക്കുമോ എന്ന ആശങ്കയിൽ ഹോട്ടലുടമകൾ. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ പുതിയ നടപ്പാലം വരുന്നു. പുതിയ നടപ്പാലം നിർമ്മിക്കുക. 100 വർഷത്തിലധികം പഴക്കമുള്ള പഴയ നടപ്പാലം പൊളിച്ചു നീക്കിയ അതേ സ്ഥലത്ത് പുതിയ നടപ്പാലത്തിന് ലിഫ്റ്റ്, എക്സലേറ്റർ, സ്റ്റെപ്പുകളടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കും. നിർമ്മാണം അടുത്ത ആഴ്ച ആരംഭിക്കാനാകുമെന്ന് റെയിൽവേ അധികൃതർ. CPM-ൽ നിന്ന് ഇറങ്ങിപ്പോന്നവർക്ക് വേറെന്തെങ്കിലും താൽപര്യമുണ്ടാകാം എന്നും അത് തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്. ആകെ 140 മണ്ഡലങ്ങളെ ഉള്ളൂ എന്നും 10,000-കണക്കിന് പ്രവർത്തകർ പാർട്ടിയിൽ ഉണ്ടെന്നും എല്ലാവർക്കും മത്സരിക്കാൻ ആവില്ലെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷൻ. പാചകവാതക ലഭ്യതയിൽ കേന്ദ്രം മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും വി വസീഫ്. ശുചിത്വ നഗരത്തിന്റെ നിത്യശാപമായി ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് കംഫേർട്ട് സ്റ്റേഷൻ. സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ ശുചിമുറി മാലിന്യങ്ങൾ നിരത്തിലേക്ക് ഒഴുകുമ്പോഴും ആരോഗ്യവകുപ്പിന് അലസതയെന്ന ആരോപണം. ശുചിത്വത്തിന്റെ കാര്യത്തിൽ വലിയ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ നഗരസഭയിലാണ് ഈ ദുസ്ഥിതിയെന്നും ആക്ഷേപം. നീതി തേടി ഒരു പിതാവ്. കുടുംബബന്ധം വേർപ്പെടുത്താനായി ഭർതൃവീട്ടുകാർ സ്വകാര്യ ആശുപത്രിയുമായി ചേർന്നുണ്ടാക്കിയ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റിനെതിരെ അന്വേഷണം വേണമെന്ന യുവതിയുടെ പിതാവ് അബ്ദുൾ റഹ്മാൻ. ഭർതൃവീട്ടുകാർക്ക് ബന്ധമുള്ള ആശുപത്രിയിൽ മെഡിക്കൽ എത്തിക്സ് മറന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയായിരുന്നുവെന്നും ആശുപത്രിക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ലെന്നും അബ്ദുൾ റഹ്മാൻ. പോലീസ്, ആരോഗ്യമന്ത്രി, വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും ഒരു മൊഴിയെടുക്കാൻ പോലും അധികൃതർ തയ്യാറായില്ലെന്നും അബ്ദുൾ റഹ്മാൻ. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും ചാലക്കുടി പുഴയിലേക്ക് വീണ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് കാസർഗോഡ് സ്വദേശി 40 വയസ്സുള്ള അച്യുതാനന്ദ ഷേണായി. അങ്കമാലിയിലെ ബാങ്ക് ജീവനക്കാരനാണ് മരിച്ച അച്യുതാനന്ദ ഷേണായി. വാർത്തകൾ വിശദമായി. പാചകവാതക സിലിണ്ടർ ക്ഷാമം രൂക്ഷമായതോടെ ഒറ്റപ്പാലത്തെയും പരിസര പ്രദേശങ്ങളിലെയും 100-ലധികം ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. സ്വകാര്യ ഏജൻസികൾ സിലിണ്ടറുകൾ ഇരട്ടി വിലയ്ക്ക് വിറ്റ് ലാഭം കൊയ്യുന്നതായും ഹോട്ടലുടമകൾ പറയുന്നു. ധാരാളം ചെറുകിട കച്ചവടക്കാരെയും പ്രതിസന്ധി ബാധിക്കുന്നുവെന്നും അധികൃതർ ഇടപെടണമെന്നും ഹോട്ടലുടമകൾ പറയുന്നു. പാചകവാതക സിലിണ്ടറുകളുടെ ക്ഷാമം രൂക്ഷമായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വ്യാപാരികൾ. ഷൊർണൂർ മുതൽ ഒറ്റപ്പാലം വരെയുള്ള ഹോട്ടലുകളും അമ്പലപ്പാറ, വാണിയംകുളം, കോതകൃഷി മേഖലയിലുള്ള ഹോട്ടലുകളും ഉൾപ്പെടുന്ന ഒറ്റപ്പാലം യൂണിറ്റിന്റെ കീഴിൽ മാത്രം 100-ലധികം ലൈസൻസുള്ള ഹോട്ടലുകളാണ് ഉള്ളത്. ഇതുകൂടാതെ ധാരാളം ചെറുകിട കച്ചവട സ്ഥാപനങ്ങളും ഇതേ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. പാചകവാതക സിലിണ്ടറിന്റെ ക്ഷാമം ആയിരക്കണക്കിന് കുടുംബങ്ങളെ ബാധിക്കും. കിലോയ്ക്ക് 92-93 രൂപ മാത്രം വില വരുന്ന ഗ്യാസ് സ്വകാര്യ ഏജൻസികൾ ഇരട്ടി വിലയ്ക്കാണ് വിൽക്കുന്നത്. ഇതിനെതിരെ നടപടി വേണമെന്നും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഒറ്റപ്പാലം ഭാരവാഹികളായ M സദാശിവൻ, P ഇസ്മായിൽ, TR ജോഷ്, ഷബീർ അലി എന്നിവർ ആവശ്യപ്പെട്ടു. അധിക വില ഈടാക്കി കരിചന്ത കമ്പനിക്കാർ അധിക വില ഈടാക്കിയിട്ടാണ് ഇപ്പോൾ ഓരോ സ്ഥാപനങ്ങൾക്കും ഗ്യാസ് നൽകുന്നത്. അതായത് 92-93 രൂപ ഒരു കിലോ ഗ്യാസിന് ഉണ്ടാവുന്ന ഈ സാഹചര്യത്തിൽ 165-170 രൂപയാണ് ഒരു കിലോ ഗ്യാസിന് മേടിക്കുന്നത്. ഇന്ന് 200 രൂപയാണ് ഒരു കിലോ ഗ്യാസിന് മേടിക്കുന്നത്. അങ്ങനെ വരുന്ന ഈ സാഹചര്യത്തിൽ 19 കിലോ ഗ്യാസ് ഫില്ല് ചെയ്യാൻ 1800-1900 രൂപ വരുന്ന സാഹചര്യം, ഒരു ഗ്യാസ് ഫില്ല് ചെയ്യാൻ വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഡബിൾക്ക് 3000-4000 രൂപ, 3800-4000 രൂപ കൊടുത്തിട്ടാണ് ഈ ഹോട്ടൽ ഉടമകൾ ഇന്ന് ഗ്യാസ് മേടിക്കുന്നത്. ഞങ്ങളുടെ ഈ വ്യാപാര മേഖല, ഈ വ്യവസായം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വിൽക്കുന്ന സാധനങ്ങൾക്ക് വില കൂട്ടാനും പറ്റുന്നില്ല. വില കൂട്ടിക്കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും ചിന്തിച്ചിട്ടും അതായതുള്ള അവരുടെ സംസാര വിഷയങ്ങൾ എന്തൊക്കെ ഈ പൊതുജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകും എന്നുള്ളൊരു സാഹചര്യം മനസ്സിലാക്കിയിട്ടുമാണ് ഹോട്ടലുടമകൾ ഇന്നേ വരെയും വില കൂട്ടാണ്ട് ഇരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണിജ്യ സിലിണ്ടറുകൾ കിട്ടാനില്ല. ഹോട്ടലുകൾ അടച്ചുപൂട്ടി തുടങ്ങി. നിയന്ത്രണം മാത്രമേയുള്ളൂവെന്ന് അധികൃതർ ആവർത്തിച്ച് പറയുമ്പോഴാണ് പാചകവാതകമില്ലാതെ ഹോട്ടൽ മേഖല സ്തംഭിക്കുന്നതെന്നും ഹോട്ടലുടമകൾ പറയുന്നു. പാലക്കാട് ടൗൺ മേഖലയിൽ രൂക്ഷമായ പ്രതിസന്ധിയാണ് വാണിജ്യ സിലിണ്ടർ കിട്ടാത്തതിനാൽ ഹോട്ടലുടമകൾ നേരിടുന്നത്. ഇറാൻ-ഇസ്രായേൽ യുദ്ധം തുടരുന്നതാണ് പാചകവാതക ഉൽപ്പാദനത്തിലും വിതരണത്തിലും ക്ഷാമം നേരിട്ടത്. വാണിജ്യ ഗാർഹിക പാചകവാതകങ്ങൾക്ക് വില വർദ്ധിച്ചിട്ടും
ഉപയോഗം കുറയ്ക്കാനായില്ല. ഗാർഹിക വാതക ബുക്കിങ്ങിന് 45 ദിവസത്തെ പരിധി നിശ്ചയിക്കുകയും മറ്റുള്ളവർക്ക് മുൻഗണന ഏർപ്പെടുത്തിയപ്പോഴും ഹോട്ടൽ വ്യവസായത്തെ പരിഗണിച്ചില്ല. ഇതോടെയാണ് ഹോട്ടൽ വ്യവസായം അടച്ചുപൂട്ടലിലേക്ക് നീങ്ങിയത്. ആവശ്യത്തിന് പാചകവാതകം ലഭിച്ചിരുന്നതുകൊണ്ട് മറ്റു സംവിധാനങ്ങൾ ഏർപ്പെടുത്താത്തതും ഹോട്ടൽ ഉടമകൾക്ക് വിനയായി. വിറകടുപ്പ് ഉപയോഗിച്ചാലും വില വർദ്ധിച്ചാലും പിടിച്ചു നിൽക്കാനാവില്ലെന്നാണ് ഉടമകളുടെ പക്ഷം. ഗുണനിലവാര വിശ്വാസ്യതയും വിലക്കുറവുമുള്ള സഹകരണ സ്ഥാപനമായ ഇന്ത്യൻ കോഫി ഹൗസുകളെയും പാചകവാതക ലഭ്യത കുറവ് ഗുരുതരമായി ബാധിച്ചു. ദിനവും 5 കുറ്റി വേണ്ടിയിടത്ത് 2 ദിവസങ്ങളായി കിട്ടുന്നില്ല. ലോഡ് വന്നിട്ടില്ലെന്നാണ് വിതരണക്കാർ പറയുന്നതെന്നും കോഫി ഹൗസ് മാനേജർ പറഞ്ഞു. സർക്കാർ തലങ്ങളിലും ഉദ്യോഗസ്ഥ തലങ്ങളിലും കൂടിയാലോചനകളും പ്രസ്താവനകളുമല്ലാതെ പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ലെന്നും ഹോട്ടൽ ഉടമകൾ ആരോപിക്കുന്നു. നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന ഹോട്ടൽ വ്യവസായം അടച്ചുപൂട്ടലിലേക്ക് നീങ്ങിയതോടെ ദിവസ വേതനക്കാരായ 100 കണക്കിന് പേരാണ് ദുരിതത്തിലായത്. എന്നാൽ ഈ കഴിഞ്ഞ ശരിക്കും പറയുകയാണെങ്കിൽ 2 ദിവസമായിട്ട് ഭയങ്കര ടൈറ്റാണ്. അതിലിപ്പോ നമുക്ക് വളരെ കൃത്യമായിട്ട് വിതരണം ചെയ്യുന്ന ഏജൻസികളാണ്. അവർക്ക് ലോഡ് വന്നില്ല. ഇന്നലെ വരെ പറഞ്ഞിരുന്നത് ഒരു പ്രശ്നമില്ല, കൃത്യമായിട്ട് ഞങ്ങൾ എന്തായാലും ഇന്ത്യൻ കോഫി ഹൗസിന് ബ്ലോക്ക് വരുത്തില്ല എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ വരെ അവർ കൃത്യമായി ചെയ്തുവെങ്കിൽ ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ അവർ ഇല്ല, ലോഡ് വന്നിട്ടില്ല, വന്നതിന് ശേഷം ആലോചിക്കാണ്. നിരന്തരം വീണ്ടും തുറന്ന് വിളിച്ചപ്പോൾ ഇല്ല, ഞങ്ങൾക്ക് വന്നിട്ടില്ല, വന്നാൽ ഞങ്ങളെ തിരിച്ചു വിളിക്കാം, വേറൊരു രക്ഷയില്ല. അങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോൾ ഞങ്ങൾക്ക് തൽക്കാലം ഈ ചായ, കാപ്പി, നെയ് റോസ്റ്റ്, മസാല ദോശ പോലുള്ള ഈ ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഫേവറേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന ആൾക്കാരെ ആകർഷിച്ച് വരുന്ന അവയെ നിർത്തിക്കൊണ്ട് ആ ഗ്യാസിൽ ജനങ്ങൾക്ക് പട്ടിണിയാകാതെ പോകണമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ചോറ്, ബിരിയാണി അതുപോലുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരു തടസ്സമില്ലാതെ നടന്നു പോകുമെങ്കിലും നാളത്തെ കാര്യം ഞങ്ങളുടെ മുമ്പിൽ ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഗ്യാസ് സിലിണ്ടറുകളുടെ ക്ഷാമം വർദ്ധിച്ചതോടെ ഷൊർണൂർ കുളപ്പുള്ളി മേഖലയിൽ കൂടുതൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നു. ബുക്കിംഗ് ചെയ്തിട്ടും ആവശ്യത്തിന് സിലിണ്ടറുകൾ കിട്ടാത്ത സാഹചര്യത്തിലാണ് പ്രവർത്തിക്കാൻ കഴിയാത്ത കൂടുതൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടലിലേക്ക് നീങ്ങിയത്. പാചകത്തിനായി സിലിണ്ടറുകൾ കിട്ടാത്തതോടെ കഴിഞ്ഞ ദിവസം ഷൊർണൂർ നഗരത്തിൽ പ്രവർത്തിക്കുന്ന കൂൾ ആൻഡ് ഫ്രഷ് ഹോട്ടൽ ആദ്യം അടച്ചുപൂട്ടിയിരുന്നു. ഇതിനു പിന്നാലെയാണ് വെള്ളിയാഴ്ച കൂടുതൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടലിലേക്ക് എത്തിയിരിക്കുന്നത്. നഗരസഭാ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ജനകീയ ഹോട്ടലാണ് വെള്ളിയാഴ്ച മുതൽക്ക് അടച്ചുപൂട്ടിയത്. ബുക്കിംഗ് ചെയ്തിട്ടും ആവശ്യത്തിന് ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടാതെ വന്നതോടെയാണ് പ്രവർത്തിക്കാൻ കഴിയാതെ ഹോട്ടൽ അടച്ചുപൂട്ടിയത്. ഇതിനു പുറമെ കുളപ്പുള്ളി JTSന് സമീപമുള്ള ആര്യഭവൻ ഹോട്ടലും ഇന്ന് അടച്ചുപൂട്ടിയ നിലയിലാണ്. കാർമൽ സ്കൂളിന് സമീപമുള്ള ചില ഹോട്ടലുകളും അടച്ചുപൂട്ടിയതായാണ് വിവരം. ഇനിയും ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടിയില്ലെങ്കിൽ ഇത്തരത്തിൽ കൂടുതൽ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തും. ഈ മേഖലയിലെ കച്ചവടക്കാരും ഏറെ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ 100 വർഷത്തിലധികം പഴക്കമുള്ള നടപ്പാലം പൊളിച്ചു നീക്കിയ അതേ സ്ഥലത്ത് പുതിയ നടപ്പാലം വരുന്നു. ഇതിനായി സാങ്കേതിക അനുമതി ലഭിച്ചു കഴിഞ്ഞു. ലിഫ്റ്റ്, എക്സലേറ്റർ ഉൾപ്പെടെയുള്ള സൗകര്യത്തോടുകൂടി എല്ലാ പ്ലാറ്റ്ഫോമുകളെയും ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് പുതിയ നടപ്പാലം നിർമ്മിക്കുക. അടുത്ത ആഴ്ച നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് അധികൃതർ പറയുന്നത്. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ പ്ലാറ്റ്ഫോമുകളെയും ബന്ധിപ്പിക്കുന്ന ഒരു നടപ്പാലമുണ്ടായിരുന്നു. എന്നാൽ ഈ കാണുന്ന ഭാഗത്തെ ആ നടപ്പാലമില്ല. ഓരോ പ്ലാറ്റ്ഫോമുകളിലേക്കും യാത്രക്കാർക്ക് പോകാനും യാത്രക്കാർക്ക് പുറത്തേക്ക് വരാനും ഉപയോഗിച്ചിരുന്ന ആ പഴയ നടപ്പാലമാണ് 3 മാസങ്ങൾക്ക് മുൻപ് പൊളിച്ചു കളഞ്ഞത്. സ്റ്റേഷൻ നവീകരണത്തിൻ്റെ ഭാഗമായി നീക്കം ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. 100 വർഷത്തിലധികം പഴക്കമുള്ളതിനാലാണ് റെയിൽവേ ആ നടപ്പാലം പൊളിച്ചു നീക്കിയത്. അന്ന് 2 വലിയ ക്രെയിനുകൾ ഉപയോഗിച്ചായിരുന്നു പാലം നീക്കം ചെയ്ത്. പഴയ നടപ്പാലം പൊളിച്ച അതേ സ്ഥാനത്ത് തന്നെയാണ് പുതിയ നടപ്പാലവും നിർമ്മിക്കാനൊരുങ്ങുന്നത്. ഇതിൻ്റെ സാങ്കേതിക അനുമതി ലഭിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ സാങ്കേതിക അനുമതി ലഭിച്ചു കഴിഞ്ഞതായാണ് അധികൃതർ പറയുന്നത്. എല്ലാ പ്ലാറ്റ്ഫോമുകളെയും ബന്ധിപ്പിച്ച് തന്നെയാണ് പുതിയ നടപ്പാലം നിർമ്മിക്കുക. സ്റ്റെപ്പുകൾ, ലിഫ്റ്റ്, എസ്കലേറ്റർ അടക്കമുള്ള സൗകര്യങ്ങളോടുകൂടിയാണ് നിർമ്മിക്കുക. കൂടാതെ തെക്കേ റോഡ് ഭാഗത്തേക്ക് യാത്രക്കാർക്ക് കടക്കാനും സൗകര്യം ഒരുക്കുന്നുണ്ട്. റെയിൽവേ പോലീസ് സ്റ്റേഷൻ ഭാഗത്തായി നിലവിൽ ഒരു നടപ്പാലമുണ്ട്. പഴയ നടപ്പാലം പൊളിച്ചെടുത്ത് പുതിയ നടപ്പാലം വരുന്നതോടുകൂടി യാത്രക്കാർക്ക് ഏറെ സൗകര്യപ്രദമാകും. സാങ്കേതിക അനുമതി ലഭിച്ച സാഹചര്യത്തിൽ അടുത്ത ആഴ്ച തന്നെ നിർമ്മാണം ആരംഭിക്കാനാകുമെന്ന് റെയിൽവേ വൃത്തങ്ങൾ STVയോട് പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ശുചിത്വ നഗരത്തിന്റെ നിത്യശാപമായി ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് കംഫർട്ട് സ്റ്റേഷൻ. സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ ശുചിമുറി മാലിന്യങ്ങൾ നിരത്തിലേക്ക് ഒഴുകുമ്പോഴും ആരോഗ്യ വിഭാഗം അലസതയിലാണ്. ശുചിത്വത്തിന്റെ കാര്യത്തിൽ വലിയ പുരസ്കാരങ്ങളൊക്കെ വാരിക്കൂട്ടിയ നഗരസഭയിലാണ് ഈ ദുസ്ഥിതി. ഒരു റിപ്പോർട്ടിലേക്ക്.
കക്കൂസ് മാലിന്യങ്ങൾ പരന്നൊഴുകുന്നത് ബസ് സ്റ്റാൻഡ് യാർഡിലേക്ക്. ശുചിത്വ നഗരത്തിൻ്റെ ഈ മൂലയിൽ അസഹ്യമായ ദുർഗന്ധം. വലഞ്ഞുപോയി യാത്രക്കാർ. സമീപത്തെ വ്യാപാരികളും ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ വലിയ പുരസ്കാരങ്ങളൊക്കെ വാരിക്കൂട്ടിയ നഗരസഭയിലാണ് ഈ ദുസ്ഥിതി. കംഫർട്ട് സ്റ്റേഷൻ പലപ്പോഴും അടച്ചിടേണ്ട സ്ഥിതിയാണ്. ഭരണാധികാരികളെ കാര്യം ധരിപ്പിക്കുമ്പോൾ ആരോഗ്യവകുപ്പിനെ പഴിച്ച് ജനപ്രതിനിധികൾ കൈമലർത്തുന്നതായി ആക്ഷേപമുണ്ട്. നഗരസഭാ ബസ് സ്റ്റാൻഡ് കംഫർട്ട് സ്റ്റേഷന്റെ പോരായ്മകളും പരിമിതികളെയും സംബന്ധിച്ച ആക്ഷേപം ഒരു പുതുമയല്ല. പല പാഴ്പ്രവർത്തനങ്ങൾക്കുമായി നഗരസഭ മുടക്കിയ ഫണ്ടിന്റെ ഒരംശം മതിയായിരുന്നു ഇവിടെ ശുചിത്വപൂർണ്ണവും മികവുറ്റതുമായ ഒരു ആധുനിക ശൗചാലയം ഒരുക്കാൻ. വൃത്തിയുടെ വീമ്പിളക്കുന്നവർ ഇനിയെങ്കിലും ഈ വിഷയം ഗൗരവത്തിലെടുക്കണം. നഗര ഉദ്യാനവൽക്കരണത്തിനേക്കാൾ പ്രധാനമാണ് ദുർഗന്ധവും കൊതുകും കൂത്താടിയുമല്ലാത്ത നഗരസൃഷ്ടി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നീതി തേടി ഒരു പിതാവ്. കുടുംബബന്ധം വേർപ്പെടുത്താനായി ഭർത്തൃവീട്ടുകാർ സ്വകാര്യ ആശുപത്രിയുമായി ചേർന്നുണ്ടാക്കിയ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റിനെതിരെ അന്വേഷണം വേണമെന്ന് യുവതിയുടെ പിതാവായ പത്രിപ്പാല സ്വദേശി അബ്ദുൾ റഹ്മാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭർത്തൃവീട്ടുകാർക്ക് ബന്ധമുള്ള ആശുപത്രിയിൽ മെഡിക്കൽ എത്തിക്സ് മറന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയായിരുന്നുവെന്നും ആശുപത്രിക്ക് വ്യക്തമായ ഉത്തരം തരാൻ കഴിഞ്ഞില്ലെന്നും അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. പോലീസ്, ആരോഗ്യമന്ത്രി, വനിതാ കമ്മീഷൻ തുടങ്ങിയവർക്ക് പരാതി നൽകിയെങ്കിലും മൊഴിയെടുക്കാൻ പോലും ആരും എത്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണത്തിൽ ആശുപത്രി അധികൃതർക്ക് വ്യക്തമായ ഉത്തരം തരാൻ കഴിഞ്ഞില്ലെന്നും അബ്ദുൾ റഹ്മാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അബ്ദുൾ റഹ്മാന്റെ രണ്ടാമത്തെ മകൾ ആഷിഫയെ പട്ടാമ്പി കൊപ്പം സ്വദേശിക്ക് 22/3/2015 വിവാഹം ചെയ്തു കൊടുത്തത്. ഒരു വർഷം സംഗമമായി പോയ ബന്ധം കുഞ്ഞു പിറന്നതോടെ താളം തെറ്റി. മകൾക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് പറയുകയും ആക്ഷേപിക്കുകയും ചെയ്തതോടെ മകൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ജില്ലാ ആശുപത്രിയിൽ രോഗപരിശോധന നടത്താമെന്നേറ്റെങ്കിലും ഭർത്തൃവീട്ടുകാരുടെ നിർബന്ധത്തിൽ സ്വകാര്യ ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. ഭർത്തൃവീട്ടുകാർക്ക് ബന്ധമുള്ള ആശുപത്രിയിൽ മെഡിക്കൽ എത്തിക്സ് മറന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. സർട്ടിഫിക്കറ്റുകൾ പള്ളികളിലും നൽകിയതിനു ശേഷം 9/1/2026 10/2/26 കത്തിലൂടെ തലാഖ് ചൊല്ലി. ഇത് മുസ്ലിം മത നിയമങ്ങൾക്കെതിരാണ്. അവാസ്തവമായ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ്, ആരോഗ്യമന്ത്രി, വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയവർക്ക് പരാതി നൽകിയെങ്കിലും മൊഴിയെടുക്കാൻ പോലും ആരും എത്തിയില്ലെന്നും അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. ആ ഒരു ആത്മഹത്യക്ക് ശ്രമിക്കുക കാരണം കൊണ്ട് ഞാൻ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് ഞാൻ ഗവൺമെന്റ് പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് ചികിത്സ നടത്താനാണ് എൻ്റെ ഭാര്യയോട് പറഞ്ഞത്. അന്നേരം ഞാൻ ഇവിടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല, ജോലിപരമായിട്ട് ബോംബെയിലായിരുന്നു. ഞാനൊരു ലോറി ഡ്രൈവറാണ്. ഭർത്താവ് അന്നേരം മറ്റേ ഭാര്യയോട് പറഞ്ഞിട്ടുള്ളത് കുട്ടിയെ PK ദാസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. കാരണം PK ദാസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കൻ്റെ വാപ്പാക്ക് ഹോസ്പിറ്റലുമായിട്ട് ബന്ധമുണ്ട്. കാരണം ഈ ചെക്കൻ്റെ വാപ്പ 2018 മുതൽ എൻ്റെ ഒരു സുഹൃത്താണ്. ആ സുഹൃത്ത് മുഖാന്തരം ആയിട്ടുള്ളൊരു കല്യാണമാണ്. അവർ വളരെ സാമ്പത്തികമായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജീവിതം നയിക്കുന്ന ആൾക്കാരും ഞാൻ വാടകയ്ക്കാണ് ഇരിക്കുന്നത്. ഇപ്പം എൻ്റെ കുട്ടീനെ, അതായത് ഇസ്ലാം നിയമപ്രകാരം തൊലാക്ക് ചെല്ലണമെങ്കിൽ നീതിമാനായ 2 പേരുടെ മുമ്പിൽ വെച്ചിട്ട് സത്യസന്ധമായിട്ട് ആ കാരണം ബോധിപ്പിച്ചിട്ടാണ് തൊലാക്ക് ചെല്ലാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മളെ സുപ്രീം കോടതിൻ്റെ വിധിയൊക്കെ ഞാൻ ഇതിനോട് സംബന്ധിച്ചിട്ട് എല്ലായിടത്തും നിയമപരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും ചാലക്കുടി പുഴയിലേക്ക് വീണ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കാസർഗോഡ് സ്വദേശി 40 വയസ്സുള്ള അച്യുതാനന്ദ ഷേണായിയാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ 10:30 ചാലക്കുടി പുഴ റെയിൽവേ പാളത്തിൽ വെച്ച് വേണാട് എക്സ്പ്രസിൽ നിന്നാണ് ഇയാൾ പുഴയിലേക്ക് വീണത്. അങ്കമാലിയിലെ ബാങ്ക് ജീവനക്കാരനാണ്. വീണ ആളുടെ ഫോൺ ട്രെയിനിൽ നിന്നും കണ്ടെത്തിയതോടെയാണ് ആളെ തിരിച്ചറിഞ്ഞത്. ജനപക്ഷ ബദൽ നയങ്ങൾ സംരക്ഷിക്കണമെന്ന് കേരള NGO യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കണിയമ്പുറം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ് ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പ്രായം കൂട്ടുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. DYFI സംഘടന ഉള്ളിടത്തോളം കേരളത്തിൽ പെൻഷൻ പ്രായം കൂട്ടില്ല. ഒരു പ്രധാനപ്പെട്ട പത്രവും പ്രതിപക്ഷ നേതാവും എല്ലാ ദിവസവും നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു നുണയാണ് പെൻഷൻ പ്രായം കൂട്ടുന്നുവെന്നത്. ഈ വാർത്ത ജോലിയില്ലാത്ത യുവതി യുവാക്കളിൽ തെറ്റിദ്ധാരണ പടർത്താനാണ്. കേരളത്തിന്റെ യഥാർത്ഥ വികസനം അറിയിപ്പിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമാണെന്ന് വസീഫ് പറഞ്ഞു. നമ്മളെ കയ്യിലൊക്കെ 5G കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തുള്ള AI ഒക്കെ വരുന്ന ടെക്നോളജിയുള്ള സമയത്ത് BSNLന്റെ എഞ്ചിനീയർമാരുടെ സമരം 4Gക്ക് വേണ്ടി. എന്തിനാ അറിയാം? 4Gക്ക് വേണ്ടി. ആ 4G ഒക്കെ വന്നാൽ 4 ആൾ കൂടി സിം എടുത്തോളൂ, അതുകൊണ്ട് ഞങ്ങൾക്കുള്ള ജോലി കൂടി അവിടെ നിലനിന്നോളൂ എന്നുള്ള നിലക്കാണ് തകർക്കുകയാണ്. അപ്പുറത്ത് ജിയോയുടെ പരസ്യത്തിൽ അഭിനയിച്ച് രാജ്യത്തെ ഭരണാധികാരി ആ ജിയോയ്ക്ക് പ്രോത്സാഹനം കൊടുക്കുകയാണ്, കുത്തകയാവുകയാണ്. ഈ BSNL തകർന്നാൽ നമുക്കെന്തെങ്കിലും നഷ്ടമുണ്ടോ? അല്ലല്ലേ ചോദിക്കാം. ജിയോ ഉണ്ടല്ലോ. ജിയോയുടെ ചാർജ് കഴിഞ്ഞ മാസം ഓർമ്മയില്ലേ നിങ്ങൾക്ക്? 25% വർദ്ധിപ്പിച്ച് അവർ തോന്നിയതുപോലെ കൂട്ടും. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ.
ഇപ്പോൾ ഞങ്ങളൊന്നും പ്രതീക്ഷിച്ച പോലെ ഞങ്ങളൊക്കെ പ്രവർത്തിച്ചവർക്ക് വോട്ട് ചോദിച്ചപ്പോൾ അവരൊന്നും ജയിച്ചില്ല. ശരിയല്ല, നിങ്ങളും ചിലപ്പോൾ ആഗ്രഹിച്ചവരൊന്നും ജയിച്ചില്ല. നമ്മൾ പ്രതീക്ഷ മുന്നേറ്റം ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ പരിസരത്തൊക്കെ ഉള്ള വീടൊക്കെ കയറാൻ പോയി. ജില്ലാ പ്രസിഡന്റ് കെ മഹേഷ് അധ്യക്ഷനായി. ജി ജിഷ അനുശോചന പ്രമേയവും ജില്ലാ സെക്രട്ടറി കെ സന്തോഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും എം പ്രസാദ് കണക്കും അവതരിപ്പിച്ചു. AM അജിത്, പി ശിവദാസ് എന്നിവർ സംസാരിച്ചു. ശനി രാവിലെ 10:30 നടക്കുന്ന സുഹൃത്ത് സമ്മേളനം CITU ജില്ലാ സെക്രട്ടറി A ഹംസ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. CPM-ൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർക്ക് വേറെന്തെങ്കിലും താല്പര്യമുണ്ടാകാം എന്നും അത് തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്. ആകെ 140 മണ്ഡലങ്ങളെ ഉള്ളൂ എന്നും 10,000-കണക്കിന് പ്രവർത്തകർ പാർട്ടിയിൽ ഉണ്ടെന്നും എല്ലാവർക്കും മത്സരിക്കാനാവില്ലെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷൻ. പാചകവാതക ലഭ്യതയിൽ കേന്ദ്രം മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും വി വസീഫ്. യഥാർത്ഥ പ്രശ്നം പാചകവാതകത്തിന്റെ ലഭ്യതയുടെ കുറവാണ്. അതിന് കാരണം കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയമാണ്. അവരാണ് യഥാർത്ഥത്തിൽ ദീർഘവീക്ഷണത്തോടുകൂടി ഇങ്ങനെ ഒരു യുദ്ധ സാഹചര്യത്തിലൊക്കെ ഈ പാചകവാതകത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തേണ്ടിയിരുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. അത് ചെയ്തില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം യോഗം വിളിച്ചു. ആ യോഗത്തിലും ഇങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ കർശനമായി ഇടപെടും എന്നാണ് പറഞ്ഞത്. അതിൽ വേറെ തർക്കമൊന്നുമില്ല. നമുക്ക് സാധനം കിട്ടിയിട്ട് ഇവിടെ കൊടുക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്നാണ്. ഒറ്റ ചോദ്യം, നമ്മൾ നിലവിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഈ സാഹചര്യത്തിൽ ജി സുധാകരൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ CPM-ന് ഒരു തലവേദന ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് അധികാരം കിട്ടാത്തവർ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോവുക എന്നുള്ളൊരു സമീപനമാണോ CPM-നകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്? PKCC വിഷയം ഉൾപ്പെടെ 140 പേർക്കല്ലേ മത്സരിക്കാൻ പറ്റുമോ? CPM-ൽ എത്ര പേരുണ്ട്? ഒരുപാട് പേരില്ലേ. ആയിരക്കണക്കിന് ആളില്ലേ, 10,000-കണക്കിന് ആളില്ലേ. അപ്പോൾ അവരൊക്കെ ഇറങ്ങിപ്പോകുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ 1-2 പേര് അവർക്ക് എന്തെങ്കിലും പ്രത്യേക താല്പര്യങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക എന്തെങ്കിലും അജണ്ടകളോ ഒക്കെ ഉണ്ടാവും. അതിനനുസരിച്ച് അവർ പോയി എന്നേ ഉള്ളൂ. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമില്ല. വള്ളുവനാട്ടിൽ നിന്ന് തലസ്ഥാനത്തേക്ക് KSRTC ബസ് സർവീസ് ആരംഭിച്ചു. KSRTC സൂപ്പർഫാസ്റ്റ് പ്രീമിയം ബസ്സാണ് ഒറ്റപ്പാലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുന്നത്. രാത്രി 9-ന് ഒറ്റപ്പാലത്ത് നിന്നും യാത്ര തിരിക്കുന്ന ബസ് കാലത്ത് 6:05-ന് തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരത്ത് നിന്ന് രാത്രി 10:15-ന് പുറപ്പെടുന്ന ബസ് കാലത്ത് 7-ന് ഒറ്റപ്പാലത്തും എത്തും. ബസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം K പ്രേംകുമാർ MLA നിർവഹിച്ചു. KSRTC എന്ന നമ്മളെല്ലാം ആനവണ്ടി എന്ന് വിളിക്കുന്ന നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള ഈ വണ്ടി ഒറ്റപ്പാലത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒറ്റപ്പാലത്ത് നിന്നൊരു ബസ് തിരുവനന്തപുരത്തേക്ക് ഇന്നു മുതൽ യാത്ര തുടങ്ങുകയാണ് എന്ന സന്തോഷം ഈ നാടിനെ അഭിമാനപൂർവ്വം അറിയിക്കുകയാണ്. എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ് ഈ പ്രീമിയം വണ്ടി, സൂപ്പർഫാസ്റ്റ് വണ്ടി ഇവിടെ നിന്ന് പുറപ്പെടുക. രാവിലെ 6 മണിക്ക് തിരുവനന്തപുരത്തെത്തും. എല്ലാ ദിവസവും രാത്രി 10:20-ന് വേണമെങ്കിൽ ഫസ്റ്റ് ഷോ സിനിമയൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കയറിയാൽ രാവിലെ 7 മണിക്ക് മുമ്പായിട്ട് ഇവിടെ തിരിച്ച് ഒറ്റപ്പാലത്തും എത്താവുന്ന നിലയിലാണ്. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ K രാജേഷ്, സ്ഥിരം സമിതി ചെയർപേഴ്സൺ T സബിത, KSRTC ഉപദേശക സമിതി അംഗം T സുനിൽ എന്നിവർ സംസാരിച്ചു. ഉത്സവാന്തരീക്ഷത്തോടെയാണ് ബസ്സിന് സ്വീകരണം നൽകിയത്. ദീർഘനാളത്തെ ജനങ്ങളുടെ ആഗ്രഹമാണ് ഒറ്റപ്പാലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ബസ് സർവീസ് എന്ന സ്വപ്നം. ആവശ്യം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന് നേരിട്ട് ചെന്ന് K പ്രേംകുമാർ MLA അറിയിച്ചു. ഉടനെ മന്ത്രി ഇടപെട്ട് ബസ് അനുവദിച്ച് ഉത്തരവിറക്കുകയായിരുന്നു. എല്ലാ ദിവസവും ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ നിന്ന് രാത്രി 9-ന് ബസ് യാത്ര തിരിക്കും. തിരുവില്ലാമല, പഴയന്നൂർ, ചേലക്കര, വടക്കാഞ്ചേരി, തൃശൂർ, വൈറ്റില, കോട്ടയം, കൊട്ടാരക്കര വഴി രാവിലെ 6:05-ന് തിരുവനന്തപുരത്ത് എത്തിച്ചേരും. തിരുവനന്തപുരത്ത് നിന്ന് രാത്രി 10:15-നടുത്ത് രാവിലെ 7-ന് ഒറ്റപ്പാലത്ത് എത്തിച്ചേരുന്ന വിധത്തിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ജനങ്ങൾ പരമാവധി ഈ ബസ് സർവീസ് ഉപയോഗപ്പെടുത്തണമെന്ന് K പ്രേംകുമാർ MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ നഗരത്തിൽ TN പ്രതാപനെതിരെ പോസ്റ്ററുകൾ പതിച്ച സംഭവത്തിൽ കേസെടുത്ത് തൃശൂർ ഈസ്റ്റ് പോലീസ്. കണ്ടാൽ അറിയാവുന്ന 2 പേർക്കെതിരെയാണ് കേസ്. കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ഗുണമേന്മയുള്ളതും അളവ് തൂക്കത്തിൽ വ്യത്യാസമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളുടെ അവകാശമാണെന്ന് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റ് വിനയ് മേനോൻ പറഞ്ഞു. ഉപഭോക്താക്കളുടെ അവകാശം സംരക്ഷിക്കാനുള്ള ധാർമ്മികത സർക്കാരിന് ഉണ്ടെന്നും വിനയ് മേനോൻ പറഞ്ഞു. ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലോക ഉപഭോക്തൃ ദിനാചരണം പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിൽ കേരള വാട്ടർ അതോറിറ്റിക്കെതിരെ ഒരു കേസ് വന്നാൽ നമുക്ക് കാണാൻ പറ്റുക, ഇത്രയും വർഷങ്ങൾ അവർ സപ്ലൈ ചെയ്ത വെള്ളം നമ്മൾ ഉപഭോഗം ചെയ്തു. അതല്ല,
പക്ഷേ ഇവരെ മുഴുവൻ കരുവാങ്ങിട്ട് ഒരു വരിക. ഈ ഒരു ആറ്റിറ്റ്യൂഡ്, ഞാനൊരു നല്ല വസ്ത്രം ഒരു കടയിൽ നിന്ന് മേടിച്ച് ധരിക്കുന്നു, 10 പ്രാവശ്യം പോയി ധരിച്ചാൽ 11ാമത്തെ പ്രാവശ്യം അതിനെന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് കുറ്റമായി നമ്മുടെ ഹൃദയത്തിനുള്ളിലെ വേദനയായി. ഈ ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലാതെ പ്രാഗ്മാറ്റിസം, അതായത് ഞാൻ വാങ്ങിക്കുന്നു, ഞാൻ വസ്തുവകകൾ വാങ്ങിക്കുന്നു, ഐ എം എ കൺസ്യൂമർ, ഇവർക്കൊരു തെറ്റ് പറ്റി 90% കേസുകളും മാന്യമായ വാഗ്ദാനത്തിലൂടെയും ഇടപഴകലുകളിലൂടെയും നമുക്ക് we can solve the problems. സേഫ് പ്രോഡക്റ്റ് കോൺഫിഡൻറ്റ് കൺസ്യൂമർ എന്ന ആശയത്തിലാണ് ഈ വർഷത്തെ ഉപഭോക്തൃ ദിനാചരണം. മനുഷ്യരിൽ ആത്മവിശ്വാസവും ആരോഗ്യം നൽകുന്നതിൽ ഭക്ഷണത്തിന് പങ്കുണ്ട്. എന്നാൽ ഭക്ഷ്യവസ്തുക്കളുടെയും ഭക്ഷണ വിതരണത്തിൻ്റെയും വേണ്ടത്ര പരിശോധന നടക്കുന്നില്ല. മനുഷ്യ ശരീരത്തിനും സമൂഹത്തിനും ഹാനികരമല്ലാത്ത ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താനുള്ള കീഴ്വഴക്കം ഉണ്ടാക്കിയെടുക്കേണ്ടത് സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും ബാധ്യതയാണ്. ഉപഭോക്തൃ മേഖല കളങ്കിതപ്പെടാതിരിക്കാൻ സമൂഹത്തിൽ നിരന്തര ഇടപെടൽ വേണമെന്നും വിനയ് മേനോൻ പറഞ്ഞു. എയിംസ് കോളേജ് ചെയർമാൻ രാംലാൽ CB അധ്യക്ഷത വഹിച്ചു. ഫുഡ് സേഫ്റ്റി ഓഫീസർ നയന ലക്ഷ്മി മുഖ്യപ്രഭാഷണം നടത്തി. ഉപഭോക്തൃ സുരക്ഷണ സമിതി പ്രസിഡന്റ് K. ശിവദാസ്, സുന്ദര കാക്കാതറ, അമ്പിളി TR എന്നിവർ സംസാരിച്ചു. സുരക്ഷിത ഉൽപ്പന്നങ്ങൾ, ആത്മവിശ്വാസമുള്ള ഉപഭോക്താക്കൾ എന്ന വിഷയം ഉപഭോക്തൃ സംരക്ഷണ സമിതി പ്രസിഡന്റ് K. ജയകുമാർ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാനസിക സംഘർഷമില്ലാത്ത വിദ്യാഭ്യാസം ലക്ഷ്യം കാണുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. വിജ്ഞാനത്തിനൊപ്പം വിനോദത്തിന്റെയും കേന്ദ്രമായി വിദ്യാലയ അന്തരീക്ഷം മാറണമെന്നും MLA പറഞ്ഞു. MLA ഫണ്ട് ഉപയോഗിച്ച് പാലക്കാട് മോയൻ LP സ്കൂളിൽ നിർമ്മിച്ച പാർക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. തിരക്കും മാനസിക സംഘർഷവും മനുഷ്യരെ പുറകോട്ടടിക്കുകയാണ്. പിരിമുറുക്കവും മാനസിക സംഘർഷങ്ങളുമില്ലാതെ ജീവിക്കാൻ പ്രാപ്തമാക്കൽ കൂടിയാണ് വിദ്യാഭ്യാസം. എഴുത്തും വായനയും കൂടാതെ അറിഞ്ഞും ആനന്ദിച്ചും വളരാൻ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് കഴിയണം. പാർക്കുകൾ സഹവർത്തിത്വം ശക്തിപ്പെടുത്തും, പങ്കുവയ്ക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും പ്രേരിപ്പിക്കും. ഇത് കുട്ടികളിൽ സാമൂഹ്യ ബോധമുണ്ടാക്കാനാകുമെന്നും MLA പറഞ്ഞു. അപ്പോൾ ഈ പാർക്കിന് വേണ്ടി ഫണ്ട് അനുവദിച്ച ഏറ്റവും പ്രിയപ്പെട്ട പാലക്കാടിൻ്റെ മുൻ MLA ശ്രീ ഷാഫി പറമ്പലിനോടുള്ള നന്ദി നമ്മൾ ഈ അവസരത്തിൽ പ്രത്യേകമായി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഞാൻ MLA ആയതിനു ശേഷം എന്നോട് ആവശ്യപ്പെട്ടത് സ്കൂളിൻ്റെ ബസ്സിൻ്റെ ആവശ്യമായിരുന്നു. അപ്പോൾ നമ്മൾ ആ ബസ്സിൻ്റെ ഫണ്ട് അനുവദിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നിരവധി നിയമ തടസ്സങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ നിയമ തടസ്സങ്ങളെല്ലാം ഓരോ ദിവസമായി നിങ്ങളും നമ്മളും എല്ലാം ചേർന്നിട്ടുള്ള ഫോളോ അപ്പിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അതിനെ മാറ്റി. എന്തായാലും ജൂൺ 1-ന് പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ പോവുക പുതിയ സ്കൂൾ ബസ്സിലായിരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ഇതുവരെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. വാർഡ് കൗൺസിലർ റുസ്വാന അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ സെയ്ദ് മീരാൻ ബാബു, HM ഇൻചാർജ് മഞ്ജു, AEO രമേശ് പാറപ്പുറത്ത്, PTA പ്രസിഡന്റ് ദിനേശ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുൻ മങ്കര പഞ്ചായത്ത് ഭരണസമിതി വികസന പ്രവർത്തനങ്ങളെ രാഷ്ട്രീയം കലർത്തി പാഴാക്കി കളഞ്ഞതായി അഡ്വക്കേറ്റ് K. ശാന്തകുമാരി MLA. മങ്കര പഞ്ചായത്തിന് ഫണ്ട് അനുവദിക്കാൻ മടി തോന്നിയ സാഹചര്യമുണ്ടായിട്ടുണ്ടെന്നും മങ്കരയിൽ മുടങ്ങിയ പല വികസനങ്ങളും മറ്റ് പഞ്ചായത്തുകളിൽ പ്രാവർത്തികമാക്കിയെന്നും MLA പറഞ്ഞു. മങ്കരയിൽ നടന്ന വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് K. ശാന്തകുമാരി MLA. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ താഴെത്തട്ടിൽ വരെ MLA ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിച്ച ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളെ മങ്കരയിൽ കഴിഞ്ഞ ഭരണസമിതി പാഴാക്കി കളഞ്ഞെന്ന് അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA ആരോപിച്ചു. മങ്കരയിൽ നടന്ന വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. സ്വകാര്യ വ്യക്തി ദാനമായി നൽകിയ കുളം 1 കോടി രൂപ ചെലവിൽ നവീകരിക്കുന്നതുൾപ്പെടെ ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതിലും രാഷ്ട്രീയ പകപോക്കൽ മറയാക്കി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകിയില്ലെന്ന് MLA പറഞ്ഞു. പല ഘട്ടങ്ങളിലും മങ്കരയ്ക്ക് ഫണ്ട് അനുവദിക്കാൻ മടി തോന്നിയ സാഹചര്യമുണ്ടായിട്ടുണ്ടെന്നും മങ്കരയിൽ മുടങ്ങിയ പല വികസന പ്രവർത്തനങ്ങളും മറ്റു പഞ്ചായത്തുകളിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞെന്നും MLA തുടർന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഓട്ടുകമ്പനി ദേവികല സമിതി കനാൽ റോഡ് 10 ലക്ഷം, നെല്ലിക്കാട് മുല്ലപ്പള്ളി കരിയാട്ടുപറമ്പ് റോഡ് 15 ലക്ഷം, കോട്ടക്കുന്ന് റോഡ് 15 ലക്ഷം, താവളം റെയിൽവേ സ്റ്റേഷൻ റോഡ് നടപ്പാറ 30 ലക്ഷം, കോട്ട മുതൽ റോഡ് മുതൽ കൊയ്യത്തുംപാടം വരെ 10 ലക്ഷം. ഇത് നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ പരിയാശ്ശേരി പരക്കൽപ്പുറം താഴെ റോഡ് 3 ലക്ഷം ചെറിയ ചെറിയ പദ്ധതികളാണ്. മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് KA വിനീത അധ്യക്ഷത വഹിച്ചു.
CPM ലോക്കൽ സെക്രട്ടറി ER ശശി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അബ്ദുറഹ്മാൻ, CK ചെന്താമരാക്ഷൻ, OM മോഹൻരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിൻസി, പഞ്ചായത്ത് അംഗങ്ങളായ രാധാകൃഷ്ണൻ, R ശാലിനി, MV കൃഷ്ണദാസ്, K ഉമാദേവി, K സുനിത, R ശ്രീലക്ഷ്മി, KM സൈബുന്നീസ, K ആസിയ ഹമീദ്, MK ശ്രീജിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് NDA തുടക്കമിട്ടു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി താമര ചിഹ്നം ചുമരിൽ വരച്ചായിരുന്നു പ്രചരണ പരിപാടിയുടെ തുടക്കം. മേജർ രവി സ്ഥാനാർത്ഥിയാകുമെന്നാണ് നിഗമനം. ആര് മത്സരിച്ചാലും താനും സജീവമായി ഒറ്റപ്പാലം മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് മേജർ രവി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മത്സരരംഗത്തേക്ക് ചുവരെഴുതി ആവേശം പകർന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പാലക്കാട് മണ്ഡലത്തിൽ പ്രചരണത്തിനിറങ്ങിയ സുരേഷ് ഗോപി BJP ചിഹ്നമായ താമരയ്ക്ക് നിറം നൽകിയായിരുന്നു തുടക്കം. തുടർന്ന് മലമ്പുഴ മണ്ഡലത്തിലെ കാടാങ്കോടും അദ്ദേഹം ചുവരെഴുത്ത് നടത്തി. ജില്ലയിൽ ഷൊർണൂർ, ഒറ്റപ്പാലം, പാലക്കാട്, മലമ്പുഴ നിയോജക മണ്ഡലങ്ങളിലാണ് ഇന്ന് സുരേഷ് ഗോപി പ്രചരണം നടത്തിയത്. BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, മുനിസിപ്പൽ ചെയർമാൻ P സ്മിതേഷ്, മുൻ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, മുനിസിപ്പൽ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാതയോരത്ത് അബോധാവസ്ഥയിൽ കിടന്നിരുന്ന മധ്യവയസ്കനെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തിയ 3 വനിതകൾക്ക് ജനപ്രതിനിധിയുടെ ആദരം. ഷൊർണൂർ നഗരസഭാ പ്രദേശത്തുള്ള 3 വനിതകളെയാണ് ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല ആദരിച്ചത്. ഇക്കഴിഞ്ഞ ദിവസം ഷൊർണൂരിലെ ടൗൺ ഹാൾ പരിസരത്തെ പാതയോരത്താണ് മധ്യവയസ്കൻ അബോധാവസ്ഥയിൽ കിടന്നിരുന്നത്. ഒരു ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് അതുവഴി വന്ന ഷൊർണൂർ ADS ചെയർപേഴ്സൺ ഷീബ, മുൻ കൗൺസിലറും CDS അംഗവുമായ അജിത, ADS ചെയർപേഴ്സൺ വിനിത എന്നിവർ മധ്യവയസ്കനെ അബോധാവസ്ഥയിൽ കിടക്കുന്നത് കാണുകയായിരുന്നു. പിന്നീട് ഇയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഒരു മധ്യവയസ്കനെ രക്ഷിച്ച മനുഷ്യസ്നേഹികളായ ഈ 3 വനിതകളെയാണ് ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല പൊന്നാടയണിച്ച് ആദരിച്ചത്. മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിക്ക് ശേഷം പലരും അതിയാ വഴി കൂടെ നടന്നു പോയെങ്കിലും ആരും ഈ വീണ് കിടക്കുന്ന ഈ വൃദ്ധനെ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവരാണ് അയാളുടെ അവശനിലയിൽ കിടക്കുന്ന അയാളുടെ അടുത്ത് പോയി അയാൾക്ക് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അയാൾ മദ്യപിച്ച് വീണ് കിടക്കുകയാണെന്നുള്ളൊരു തോന്നലിലാണ്. ആരും അയാളെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവർ അവിടെ അയാളുടെ അടുത്ത് പോവുകയും അയാൾക്ക് വയ്യായ കാരണം വീണ് കിടക്കുകയെന്ന് മനസ്സിലാക്കി 108 ആംബുലൻസ് വിളിച്ച് അയാളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടൊരു ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഇന്നത്തെ കാലത്ത് എല്ലാവരും അവരവരുടെ തിരക്കിൽ പെട്ടിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനും ഇങ്ങനത്തെ സൽക്കർമ്മങ്ങൾ ചെയ്യാനൊന്നും ആരും താല്പര്യം എടുക്കുന്നില്ല. പരുത്തിപ്പറ പ്രീ മെട്രിക് ഹോസ്റ്റൽ അങ്കണത്തിൽ വെച്ചായിരുന്നു ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ കൗൺസിലർ PR ഷീജ, രാജേഷ് പോൾ, ജയ്സിംഗ്, അജിത എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പ്രദേശവാസികളും വിദ്യാർത്ഥികളും സംബന്ധിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂരിൽ പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞാലും ആവശ്യമായ ഒരു പുരോഗതി ആ കാര്യത്തിൽ ഉണ്ടായിരിക്കുകയും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കാണിച്ച ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർക്കാൻ കാണിച്ചു എന്ന അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളമില്ല. ഒറ്റപ്പെട്ട് നിങ്ങൾ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വലിയ മഹാകാര്യമായി ഞാൻ കാണുകയും ചെയ്യും. ഇതിനാണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ഇനി നമ്മൾ വളരെ ആവശ്യമില്ലാതെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. വോട്ട് ചേർക്കലിന്റെ അവസാന ഘട്ടമാക്കുകയാണ്. KPCC ജനറൽ സെക്രട്ടറി KA തുളസി ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ പുതിയ DCC സെക്രട്ടറിമാരായ N ശിവദാസ്, KM അബ്ദുൾ സത്താർ എന്നിവരെ ആദരിച്ചു. ജില്ലാ സെക്രട്ടറി S അച്യുതൻ നായർ, UDF കോങ്ങാട് മണ്ഡലം ചെയർമാൻ PS ശശികുമാർ, DCC സെക്രട്ടറി MN ഗോകുൽദാസ്, സേവാദൾ ജില്ലാ ചെയർമാൻ ചെറുട്ടി മുഹമ്മദ്, ജില്ലാ സെക്രട്ടറിമാരായ N ശിവദാസൻ, KM അബ്ദുൾ സത്താർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കവിതാ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. മണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് PK അശ്വജിത്ത് സ്വാഗതവും കേരളശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മഹാകവി വള്ളത്തോളിന്റെ ചരമദിനവും കലാമണ്ഡലം കഥകളി വടക്കൻ കളരി മേധാവി കലാമണ്ഡലം മുകുന്ദൻ എഴുതിയ ഹസ്തലക്ഷണ ദീപിക എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനവും കലാമണ്ഡലം നിള ക്യാമ്പസിൽ നടന്നു. ചടങ്ങിൽ മഹാകവി വള്ളത്തോളിന്റെ പേരമകൻ പരേതനായ ശശിധരന്റെ സഹധർമ്മിണി സുധാ ശശിധരൻ കലാമണ്ഡലത്തിലേക്ക് മഹാകവിയുടെ 60 പുസ്തകങ്ങൾ കൈമാറൽ ചടങ്ങും നടന്നു. യോ
രാവിലെ മഹാകവി വള്ളത്തോളിന്റെ സമാധിയിൽ ഭദ്രദീപം കൊളുത്തി പുഷ്പാർച്ചനയും നടത്തിയ ശേഷം കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ നിള ക്യാമ്പസ് മുൻ ഡയറക്ടർ കലാമണ്ഡലം MPS നമ്പൂതിരിക്ക് നൽകി പ്രകാശനം ചെയ്തു. കലാമണ്ഡലം പേരമകൻ 30 ഇംഗ്ലീഷ് പുസ്തകങ്ങളും 30 മലയാളം പുസ്തകങ്ങളും അടങ്ങുന്ന പുസ്തകങ്ങൾ കലാമണ്ഡലം ഭരണസമിതി അംഗവും മഹാകവിയുടെ പേരമകനുമായ രവീന്ദ്രനാഥ് വള്ളത്തോൾ വൈസ് ചാൻസലർക്ക് നൽകി. ചടങ്ങിൽ ഹസ്തലക്ഷണ ദീപിക എന്ന പുസ്തകം എഴുതാനും മറ്റു സഹായങ്ങളും ചെയ്ത കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ CM നീലകണ്ഠൻ, കലാമണ്ഡലം ശങ്കരനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കലാമണ്ഡലം വിവിധ വകുപ്പ് മേധാവികളും ഉദ്യോഗസ്ഥരും അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓങ്ങല്ലൂരിൽ വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് കിറ്റുകൾ നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയ ഇതിനോദ്ഘാടനം നിർവഹിച്ചു. ഓങ്ങല്ലൂർ പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് വയോജനങ്ങൾക്ക് പോഷകാഹാര കിറ്റുകൾ നൽകിയത്. ഓങ്ങല്ലൂരിലെ സായംപ്രഭ ഹോമിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ നിർവഹിച്ചു. വയോജനങ്ങളുടെ പോഷകാഹാര കിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. അതിൽ പോഷക ഗുണമുള്ള ഉൽപ്പന്നങ്ങളാവുകയും പയറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. വയോജനങ്ങളായാലും ശരി, അവർ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കണം എന്നാണ് സാമൂഹ്യനീതി വകുപ്പും പഞ്ചായത്തും സർക്കാരും ഒക്കെ ആഗ്രഹിക്കുന്നത്. വയോജനങ്ങളായ അവർക്ക് ആരോഗ്യം വേണ്ട എന്നൊരു ഇതുമില്ല. 100 വയസ്സോ 101 വയസ്സോ വരെയൊക്കെ ജീവിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുവരെയും ജീവിക്കുമ്പോൾ ഒരു നല്ല ആരോഗ്യത്തോടു കൂടിയിട്ട് ജീവിക്കണം എന്നാണ് സർക്കാരും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ്, നമ്മുടെ സാമൂഹ്യനീതി വകുപ്പും പഞ്ചായത്തും ഒക്കെ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ നിലവിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വയോജനങ്ങളെ ഇത് മാത്രമല്ല, വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, വയോജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടനവധി പദ്ധതികൾ നമ്മളിപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുക. ചടങ്ങിൽ കിറ്റുകളുടെ വിതരണവും നടന്നു. പയർവർഗ്ഗങ്ങളും മറ്റുമടങ്ങിയ പോഷകഗുണമുള്ള ഉൽപ്പന്നങ്ങൾ അടങ്ങിയ കിറ്റാണ് നൽകിയത്. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. മെമ്പർ പുഷ്പലത, ICD സൂപ്പർവൈസർ ശ്യാമിലി, M രാമേന്ദ്രൻ, K ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ ഒരാളും ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന പൊന്നുള്ളി ശങ്കരനാരായണൻ നായരെ CPIM ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മുണ്ടായിൽ നടന്ന 40ാം ചരമവാർഷികം അനുസ്മരണ പൊതുയോഗവും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ശങ്കരനാരായണൻ നായരുടെ 40ാമത് അനുസ്മരണ ദിനത്തിലാണ് നമ്മളെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പുതിയ തലമുറയ്ക്ക് നേരിട്ട് പരിചിതമല്ലെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യർ 40 വർഷത്തിനിപ്പുറവും സഖാവ് ശങ്കരനാരായണൻ നായരെ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ആവേശം കൊള്ളുകയും ആ ഓർമ്മയെ ഇന്ധനമാക്കി മാറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം സംഭരിക്കുകയും ചെയ്യുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദിനമാണ് ഇന്ന് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. P രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, MK ജയപ്രകാശ്, P സിന്ധു, ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, ശങ്കരനാരായണൻ നായരുടെ മകൾ സരോജിനി അമ്മ, DYFI ബ്ലോക്ക് സെക്രട്ടറി C രാകേഷ്, T മുരളീധരൻ, M നാരായണൻ, ഉണ്ണിനന്ദനൻ, MK രാമചന്ദ്രൻ, K ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ദേശമംഗലം സെൻട്രൽ വാട്ടർ കിയോസ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ആവശ്യങ്ങളായിരുന്നു കുടിവെള്ളം, പാർപ്പിടം, വെളിച്ചം എന്നീ 3 ആവശ്യങ്ങൾ. നമ്മുടെ ഭരണസമിതി വന്നതിന് ശേഷം ആദ്യമായി നമ്മൾ ചെയ്തത് 2020 അപേക്ഷ ക്ഷണിച്ചിട്ടുള്ള ലൈഫ് ഗുണഭോക്താക്കളെ എല്ലാവരെയും വിളിച്ചു വരുത്തി അവരുടെ വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ആവശ്യങ്ങളെല്ലാം കണക്കാക്കി എല്ലാവരും എഗ്രിമെന്റ് വെക്കാനുള്ള സംവിധാനമാണ് നമ്മൾ ആദ്യം ഈ ഭരണസമിതി വന്നതിന് ശേഷം ചെയ്തത്. രണ്ടാമതായി നമ്മൾ എല്ലാ വാർഡുകളിലെയും വെളിച്ചത്തിന്റെ പ്രശ്നം പരിഹരിച്ചു. എല്ലാ വാർഡുകളിലും നമ്മൾ എല്ലാ വാർഡിലെയും റിപ്പയറിങ്ങും എല്ലാം നടത്തി നമുക്ക് അവരുടെ ആ ഒരു അടിസ്ഥാന സൗകര്യം നമ്മളിപ്പോൾ ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് KM സലീം അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ലക്ഷ്മണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M മഞ്ജുള, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MS ബീന ഗോപൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷിഗാബ് വർവട്ടൂർ, ജയലക്ഷ്മി ടീച്ചർ, ചലിത കൃഷ്ണ പ്രസാദ്, MB ഹരിദാസ്,
ഫർസാന ഷെബി, UDF ചെയർമാൻ ഷഹീർ ദേശമംഗലം, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മകേഷ് വെളുത്തെടുത്ത്, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ജനറൽ സെക്രട്ടറി മുസ്തഫ തലശ്ശേരി, ആസൂത്രണ സമിതി ചെയർമാൻ PM അബ്ദുൾ സലാം മാസ്റ്റർ, CK ബാലൻ മാസ്റ്റർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂരിൽ ചിത്രകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ വിനോദ് മണ്ണൂരിനെ അനുസ്മരിച്ചു. കോങ്ങാട് MLA അഡ്വക്കേറ്റ് K ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ചിത്രകാരനും പുകാസ മണ്ണൂർ യൂണിറ്റ് ഭാരവാഹിയുമായിരുന്ന വിനോദിന്റെ 4ാം ചരമവാർഷികമാണ് പുരോഗമന കലാസാഹിത്യ സംഘം മണ്ണൂർ യൂണിറ്റ് ആചരിച്ചത്. ശശി, മണ്ണൂർ മുരളി, കേരള ബാങ്ക് ഡയറക്ടർ OV സ്വാമിനാഥൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ബ്രിജേഷ്, NS രവീന്ദ്രൻ കടമ്പഴിപ്പുറം, രാമകൃഷ്ണൻ പുഞ്ചപ്പാടം, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി, പുകാസ പഞ്ചായത്ത് ഭാരവാഹികളായ പീതാംബരൻ PV, ഇബ്രാഹിം VP, ഷബ്ന KP എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ജീവിത യാത്രയിലൂടെ നീ ചെറിയ താരകമായി ഉദിച്ചുപോയി. മരണമെന്നത് കേവല സത്യമായി പരിണമിച്ചൊരു നാളിനെയോർത്തിടാം. വരയ വിസ്മയ ഭാവന കൊണ്ടു നീ സഫലമാക്കിയതോർക്കുകയാണു ഞാൻ. ഹിമഗണത്തിലെ സൂര്യനെ എന്ന പോൽ ഉരുകി മാഞ്ഞത് കണ്ടവരല്ലയോ. ചടുല വേഗത കൈമുതലാക്കി നീ വരയിൽ മറ്റൊരു മാതൃകയായി സ്വയം. ഇനി ഒരിക്കലും ഒന്നിനു പോലുമേ തിരികെ നൽകുക എന്നതു സാധ്യമോ? ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാറ്റുലി. അങ്ങനെ G സുധാകരനും CPIM വിട്ടു. ഐഷ പോറ്റി, PA സുരേഷ്, PK ശശി എന്നിവർക്കൊക്കെ ആവോളം പദവി നൽകിയ പാർട്ടിയാണ് CPIM. അധികാരമോഹം കൊണ്ട് മാത്രം മേൽപ്പറഞ്ഞവർ പാർട്ടി വിട്ടതായാണ് CPIMന്റെ വാദം. ഇത് എത്രത്തോളം വാസ്തവം ആണ്? മാറ്റിലേക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. CPMൽ അസംതൃപ്തരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിരവധി പേരാണ് പാർട്ടി വിട്ട് പുറത്തുപോയത്, ഇല്ലെങ്കിൽ പാർട്ടി അവരെ പുറത്താക്കിയത്. CPMൽ നിലനിൽക്കുന്നിടത്തോളം കാലം അവർ അഭിമതരാവുകയും പാർട്ടിയിൽ നിന്ന് പുറത്തുപോയാൽ അവർ ഏറ്റവും മോശക്കാരാവുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഉള്ളത്. അത് പാർട്ടിയാണോ ശരി, അല്ല ഈ പ്രവർത്തകരാണോ ശരി എന്ന് ആളുകൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഈ പുറത്തുപോയ ആളുകളെക്കാൾ കൂടുതൽ അസംതൃപ്തർ പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. അത് ഈ വരും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അധികാരമോഹം കൊണ്ടാണ് പാർട്ടി വിട്ടത് എന്ന് പറയുന്നവർ അധികാര സ്ഥാനത്തിരിക്കുന്നവരുടെ അവഹേളനം കൊണ്ടാണ് സത്യത്തിൽ പാർട്ടി വിട്ടുപോയിരിക്കുന്നത്. പാർട്ടിയിലിരിക്കുമ്പോൾ അവരെല്ലാവരും നല്ല ആളുകൾ എന്നുള്ളതും, എന്നാൽ പാർട്ടി വിട്ടുപോകുമ്പോൾ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ശരിയല്ല. ഒരുപക്ഷെ 63 വർഷത്തോളം ആ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് G സുധാകരൻ, അതുപോലെ തന്നെയുള്ള മറ്റുള്ള നേതാക്കളും. അപ്പോൾ പാർട്ടിയുടെ ധാർഷ്ട്യം അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിരിക്കുന്നവരുടെ അവഹേളനമാണ് ഇത്തരത്തിലുള്ള ആളുകൾ പാർട്ടി വിട്ടുപോകാൻ കാരണം. കേവലം ഒരു അധികാരമോഹം കൊണ്ടാണ് CPMനകത്ത് ഈ പ്രശ്നങ്ങളെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാനങ്ങനെ കരുതുന്നില്ല. നമുക്ക് മറ്റൊക്കെ മാറ്റി നിർത്താം. ഇത് ഈ പറയുന്ന PK ശശിയുടെ വിഷയമായിക്കോട്ടെ, അതുപോലെ തന്നെ ഐഷ പോറ്റിയുടെ അല്ലെങ്കിൽ പാലക്കാട്ട് സുരേഷിൻ്റെ, അതൊക്കെ നമുക്ക് മാറ്റി നിർത്താം. അതൊക്കെ കാലാകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമയത്തുണ്ടാകുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെന്നല്ല, മിക്ക എല്ലാ പാർട്ടികളും ഉണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളടക്കം ഇവിടെ ഉണ്ടായത്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ ആലപ്പുഴ ജില്ല, അതുപോലെ കണ്ണൂർ ജില്ല, പയ്യന്നൂരിൽ ഈ രണ്ട് ഭാഗത്തും അറിയാലോ 64 പാർട്ടി പിളർന്നിട്ട് ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM രൂപം കൊണ്ടൊരു ജില്ലയാണത്. അവിടുത്തെ സഖാക്കളുടെ കാര്യങ്ങൾ, ഒരു കമ്മ്യൂണിസ്റ്റ് ബോധം, അതൊക്കെ നമുക്ക് ഏറെക്കൊരു ധാരണ ഉള്ളതാണ്. അതിനെ ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ചാണ് ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രം എന്നല്ല, നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഒരു ഭാഗം കൂടെയാണത്. ബീജാഭാവം എന്നൊക്കെ പറയില്ലേ, അമ്പലപ്പുഴ പുന്നപ്ര വയലാർ സമരം നടന്ന സ്ഥലത്ത് അവിടുത്തെ ശക്തനായൊരു നേതാവിന് ആ പാർട്ടിയോട് ഇങ്ങനെ അവമതിപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രധാന വാർത്തകൾ വീണ്ടും. പാചകവാതക ക്ഷാമം രൂക്ഷം. പാലക്കാട് ഒറ്റപ്പാലം, ഷൊർണൂർ, കുളപ്പുള്ളി മേഖലകളിൽ കൂടുതൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നു. പലയിടത്തും ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ.
ധാരാളം ചെറു കച്ചവടക്കാരും ജീവനക്കാരും പ്രതിസന്ധിയിൽ. സ്വകാര്യ ഏജൻസികൾ സിലിണ്ടറുകൾ ഇരട്ടി വിലയ്ക്ക് വിറ്റ് ലാഭം കൊയ്യുന്നതായി ഹോട്ടൽ ഉടമകൾ. നിയന്ത്രണം മാത്രമേ ഉള്ളൂ എന്ന് അധികൃതർ ആവർത്തിച്ച് പറയുമ്പോഴും പാചകവാതകമില്ലാതെ ഹോട്ടൽ മേഖല സ്തംഭിക്കുമോ എന്ന ആശങ്കയിൽ ഹോട്ടൽ ഉടമകൾ. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ പുതിയ നടപ്പാലം വരുന്നു. പുതിയ നടപ്പാലം നിർമ്മിക്കുക. 100 വർഷത്തിലധികം പഴക്കമുള്ള പഴയ നടപ്പാലം പൊളിച്ചു നീക്കിയ അതേ സ്ഥലത്ത് പുതിയ നടപ്പാലത്തിന് ലിഫ്റ്റ്, എക്സലേറ്റർ, സ്റ്റെപ്പുകൾ അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കും. നിർമ്മാണം അടുത്ത ആഴ്ച ആരംഭിക്കാനാകുമെന്ന് റെയിൽവേ അധികൃതർ. CPM-ൽ നിന്ന് ഇറങ്ങിപ്പോന്നവർക്ക് വേറെന്തെങ്കിലും താൽപ്പര്യമുണ്ടാകാം എന്നും അത് തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്. ആകെ 140 മണ്ഡലങ്ങളെ ഉള്ളൂ എന്നും 10,000-കണക്കിന് പ്രവർത്തകർ പാർട്ടിയിൽ ഉണ്ടെന്നും എല്ലാവർക്കും മത്സരിക്കാൻ ആവില്ലെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷൻ. പാചകവാതക ലഭ്യതയിൽ കേന്ദ്രം മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും വി വസീഫ്. ശുചിത്വ നഗരത്തിന്റെ നിത്യശാപമായി ഷൊർണൂർ നഗരസഭാ ബസ് സ്റ്റാൻഡ് കംഫോർട്ട് സ്റ്റേഷൻ. സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ ശുചിമുറി മാലിന്യങ്ങൾ നിരത്തിലേക്ക് ഒഴുകുമ്പോഴും ആരോഗ്യവകുപ്പിന് അലസതയെന്ന ആരോപണം. ശുചിത്വത്തിന്റെ കാര്യത്തിൽ വലിയ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ നഗരസഭയിലാണ് ഈ ദുസ്ഥിതിയെന്നും ആക്ഷേപം. നീതി തേടി ഒരു പിതാവ്. കുടുംബബന്ധം വേർപ്പെടുത്താനായി ഭർതൃവീട്ടുകാർ സ്വകാര്യ ആശുപത്രിയുമായി ചേർന്നുണ്ടാക്കിയ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റിനെതിരെ അന്വേഷണം വേണമെന്ന യുവതിയുടെ പിതാവ് അബ്ദുൾ റഹ്മാൻ. ഭർതൃവീട്ടുകാർക്ക് ബന്ധമുള്ള ആശുപത്രിയിൽ മെഡിക്കൽ എത്തിക്സ് മറന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയായിരുന്നുവെന്നും ആശുപത്രിക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ലെന്നും അബ്ദുൾ റഹ്മാൻ. പോലീസ്, ആരോഗ്യമന്ത്രി, വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും ഒരു മൊഴിയെടുക്കാൻ പോലും അധികൃതർ തയ്യാറായില്ലെന്നും അബ്ദുൾ റഹ്മാൻ. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും ചാലക്കുടി പുഴയിലേക്ക് വീണ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് കാസർഗോഡ് സ്വദേശി 40 വയസ്സുള്ള അച്യുതാനന്ദ ഷേണായി. അങ്കമാലിയിലെ ബാങ്ക് ജീവനക്കാരനാണ് മരിച്ച അച്യുതാനന്ദ ഷേണായി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.